ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഇന്ന് ശനിയാഴ്ചയാണ്, മാർക്കറ്റ് അവധിയാണ്. എല്ലാവരും തന്നെ റിസർച്ചുകളും മറ്റും നടത്തുന്ന സമയമായിരിക്കാം. നമുക്കും കുറച്ച് സമയം മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ചില ന്യൂസുകൾ നോക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒരു ന്യൂസാണ് ഈ സെപ്റ്റംബർ 30, ഒക്ടോബർ 1 തീയതികളിൽ വരാൻ പോകുന്ന ഒരു ബാങ്ക് ഡീമർജർ എന്ന് പറയാൻ പറ്റില്ല, റിവേഴ്സ് മെർജറുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ. അത് നമ്മുടെ ഒരുവിധം സബ്സ്ക്രൈബേഴ്സൊക്കെ ഹോൾഡ് ചെയ്യുന്ന ഒരു ഓഹരി കൂടിയായിരിക്കും. അല്ലെങ്കിൽ ആ ഒരു ബാങ്കിങ് ഓഹരി ചെറിയ എമൗണ്ടിൽ ഇപ്പോൾ ലഭ്യമാണ്. അത് നിക്ഷേപിക്കണോ, അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ഇപ്പോൾ ഓൾറെഡി നടന്നു നിൽക്കുകയാണ്. അതുമായിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനൊരു ഡിസ്കഷൻ ആവശ്യമാണെന്ന് തോന്നി, അതുകൊണ്ടാണ് ഈ വീഡിയോ വരുന്നത്. ബാങ്ക് മറ്റൊന്നുമല്ല, IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ റിവേഴ്സ് മെർജറുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ബാങ്ക് തന്നെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. സെപ്റ്റംബർ 30, ഒക്ടോബർ 1, ഒക്ടോബർ 10 ഇങ്ങനെ 3 ഡേറ്റുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിലേക്ക് വരാം. അതിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനും അറിയാനും ഒക്കെ താല്പര്യമുള്ളവരുമായിട്ട് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ ഇനി നമുക്ക് ആദ്യം പോകാം. IDFC ഫസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ഓഹരി ഇപ്പോൾ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. 74-75 റുപ്പീസ്, 74-75 രൂപയ്ക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. ആ ഓഹരി അതുപോലെ തന്നെ തുടരാൻ പോവുകയാണ്. അതിൽ മാറ്റമൊന്നുമില്ല. പക്ഷേ അതിലേക്ക് 2 കമ്പനികൾ വന്ന് ലയിക്കുകയാണ് ചെയ്യുന്നത്. IDFC ഗ്രൂപ്പിന് തന്നെ താഴെയുള്ള 2 കമ്പനികൾ വന്ന് അതിലേക്ക് മെർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നാൾവഴികൾ നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് ഈ 2014 IDFC ബാങ്കിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലൈസൻസ് കൊടുക്കുന്നത്. അതിനുശേഷം 2018 ഈ IDFC ബാങ്കും ക്യാപിറ്റൽ ഫസ്റ്റ് എന്ന് പറയുന്ന സ്ഥാപനവുമായിട്ട് മെർജ് ചെയ്തതിന് ശേഷമാണ് IDFC ഫസ്റ്റ് ബാങ്ക് ആയിട്ട് മാറിയത്. ആ ഒരു എൻറ്റിറ്റി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തു വരുന്നു എന്നുള്ളതാണ്. അതുപോലെ IDFC ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള മറ്റൊരു ഓഹരിയാണ് IDFC ലിമിറ്റഡ് എന്ന് പറയുന്നത്. അതിപ്പോൾ 111-112 രൂപയ്ക്ക് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ IDFC ലിമിറ്റഡും അതുപോലെ തന്നെ ഈ IDFC ലിമിറ്റഡിൻ്റെ താഴെയുള്ള വേറൊരു കമ്പനിയായിട്ടുള്ള IDFC ഫൈനാൻഷ്യൽ ഹോൾഡിംഗ് കമ്പനി ലിമിറ്റഡ്, IDFC FHCL എന്ന് പറയുന്ന വേറൊരു കമ്പനി കൂടിയുണ്ട്. ഈ 2 കമ്പനികൾ തമ്മിലാണ് ആദ്യമായി മെർജർ നടക്കാൻ പോകുന്നത്. അതായത് IDFCയും IDFC ഫൈനാൻഷ്യൽ ഹോൾഡിംഗ് കമ്പനി ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ 2 കമ്പനിയും കൂടിയാണ് ആദ്യം മെർജർ നടക്കാൻ പോകുന്നത്. ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് സെപ്റ്റംബർ 30 ആണ്. ഈ 2 കമ്പനിയും കൂടി ഒന്നായതിനു ശേഷം ആ ഒരു പെർട്ടിക്കുലർ കമ്പനിയാണ് IDFC ഫസ്റ്റ് ബാങ്കിൽ വന്ന് ലയിക്കാൻ പോകുന്നത്. IDFC FHCL എന്ന് പറയുന്ന കമ്പനി കൂടി IDFCയിൽ ലയിക്കുന്നു. അങ്ങനെ IDFC എന്ന് പറഞ്ഞ ഒറ്റ കമ്പനിയായി മാറുന്നു. IDFC FCHLന് അസ്തിത്വം നഷ്ടപ്പെടുന്നു. പിന്നീട് ഈ IDFC ലിമിറ്റഡ് വന്നിട്ട് IDFC ഫസ്റ്റ് ബാങ്കിൽ ലയിക്കുന്നു. ഇങ്ങനെയാണ് ഈ മെർജർ പ്രോസസ്സ് വന്നിരിക്കുന്നത്. ഇതിന് NCLT, അതായത് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിൻ്റെ അംഗീകാരം കൊടുത്തു കഴിഞ്ഞു. ഇത് സെപ്റ്റംബർ 25 അനൗൺസ്മെൻറ്റ് വന്നിരിക്കുന്നത്. ചെന്നൈ ബ്രാഞ്ചാണ് ഇതിന് അനൗൺസ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ IDFCയുടെ ബോർഡ് ചേർന്നിട്ട് ഈ ഒരു ഡിമർജർ പ്രോസസ്സിനെ കംപ്ലീറ്റ് ആയിട്ട് അപ്രൂവ് ചെയ്തു എന്നുള്ള പത്രവാർത്തയും IDFC ലിമിറ്റഡ് ഗ്രൂപ്പ് എക്സ്ചേഞ്ചിന് കൊടുത്തിട്ടുണ്ട്. RBIയുടെ അപ്രൂവലുണ്ട്. എല്ലാം തന്നെ നിയമപരമായിട്ട് തന്നെ പോകുന്നു എന്നർത്ഥം. അപ്പോൾ ഇതിൻ്റെ ഡേറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ സെപ്റ്റംബർ 30 ആദ്യത്തെ പ്രധാനപ്പെട്ട ഡേറ്റ്. ആ ദിവസമാണ് IDFC FHCL എന്ന് പറയുന്ന കമ്പനി IDFC ലിമിറ്റഡിലേക്ക് വന്ന് ലയിക്കുന്നത്. പിന്നെ വരുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഡേറ്റ് തൊട്ടടുത്ത ദിവസം ഒക്ടോബർ 1 ഒക്ടോബർ 1 IDFC ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി വന്നിട്ട് IDFC ഫസ്റ്റ് ബാങ്കിൽ ലയിക്കും. ഈ 2 ദിവസവും പ്രധാനപ്പെട്ടതാണ്. ഇനി റെക്കോർഡ് ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IDFC ഷെയർ ഹോൾഡേഴ്സിന് IDFC ഫസ്റ്റ് ബാങ്കിൽ ഷെയറുകൾക്ക് എലിജിബിലിറ്റി ഉണ്ട്. IDFC ലിമിറ്റഡ് ഹോൾഡ് ചെയ്യുന്നവർക്ക് IDFC ലിമിറ്റഡ് ഹോൾഡ് ചെയ്യുന്നവർക്ക് IDFC ഫസ്റ്റ് ബാങ്കിൽ ഷെയറുകൾ ലഭിക്കും. ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ഒക്ടോബർ 10 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോ 100 IDFC ഓഹരികൾക്കും 155 IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ഓഹരികളാണ് കൊടുക്കാൻ പോകുന്നത്. ഇത് ഒക്ടോബർ 10 ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് കാണിച്ചിരിക്കുന്നത്. ഇനി മെർജറിന് ശേഷം, ഈ ഒരു അമാൽഗമേഷന് ശേഷം എന്ത് നടക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് മെർജർ എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് റിവേഴ്സ് മെർജറാണ്. ഈ ഒരു അമാൽഗമേഷന് ശേഷം
IDFC FHCLനും IDFC ലിമിറ്റഡിനും അവരുടെ 2 കമ്പനികളും ഡിസോൾവ് ചെയ്ത് അവർ അസ്തിത്വമില്ലാതെ അവരെ ഡിസോൾവ് ചെയ്ത് പോകുന്നതായിട്ടാണ് കാണാൻ പറ്റുക. IDFC ഫസ്റ്റ് ബാങ്കിന് മാത്രമാണ് ഇനി പബ്ലിക് ഷെയർ ഹോൾഡേഴ്സായിട്ട് ഈ ഗ്രൂപ്പിന് കീഴിൽ ഉണ്ടാവുക. പിന്നെ ഓഫീസും കാര്യങ്ങളൊക്കെ തന്നെ സെയിം ആയിരിക്കും. IDFC ലിമിറ്റഡിൻ്റെയും IDFC FHCLിൻ്റെയും പഴയ ഓഫീസുകൾ തന്നെയാണ്. അവർ പഴയ ഓഫീസുകൾ വെക്കേറ്റ് ചെയ്യുന്നു. IDFC ഫസ്റ്റ് ബാങ്കിന് മാത്രമായിരിക്കും ഇനി ഓഫീസുകൾ ഉണ്ടാവുക. ഡയറക്ടേഴ്സും മാനേജ്മെൻറ്റും IDFC ബാങ്കിൻ്റെ ഫസ്റ്റ് ഡയറക്ടേഴ്സിനും മാനേജ്മെൻറ്റിനും ഒന്നും തന്നെ വ്യത്യാസമില്ല. ഈ ഫോർമാലിറ്റിയൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ RBI രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് IDFC FHCLിൻ്റെയും IDFCയുടെയും NBFC രജിസ്ട്രേഷനും മറ്റും ക്യാൻസൽ ചെയ്യാനായിട്ട് RBIക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു. അതിനുശേഷം RBI അപ്രൂവ് ആകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ബാങ്ക് അറിയിച്ചിരിക്കുന്ന നിയമാനുസൃതമായിട്ട് എല്ലാ നടപടികളും സ്വീകരിച്ചു. RBIയുടെ അപ്രൂവൽ വാങ്ങി. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, NCLT, അങ്ങനെ എല്ലാവരും തന്നെ അപ്രൂവലോട് കൂടിയാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പം അൾട്ടിമേറ്റ്ലി സംഭവിക്കാൻ പോകുന്നത് 2 കമ്പനികൾ ഇല്ലാതാവുന്നു, ഒരു കമ്പനി മാത്രം നിലനിൽക്കുന്നു. ആദ്യം IDFC FHCL വന്നിട്ട് IDFCയിൽ ലയിക്കുന്നു. അതിനുശേഷം ആ IDFC ലിമിറ്റഡ് വന്നിട്ട് IDFC ഫസ്റ്റ് ബാങ്കിൽ ലയിക്കുന്നു. അൾട്ടിമേറ്റ്ലി IDFC ഫസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ഷെയർ ഹോൾഡേഴ്സായിട്ടാണ് എല്ലാവരും മാറുക എന്നർത്ഥം. അപ്പോൾ ഇനി ഈ ഒരു കമ്പനി വെറും 75 രൂപയ്ക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ IDFC ലിമിറ്റഡ് ഹോൾഡ് ചെയ്യുന്നവർക്ക് 180 IDFC ഫസ്റ്റ് ബാങ്ക് കിട്ടാൻ പോവാണ്. അൾട്ടിമേറ്റ്ലി IDFC ഫസ്റ്റ് ബാങ്കാണ് വലുതായി വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു കമ്പനിയായിട്ട് മാറാൻ പോകുന്നത്. ഇതിന് ശേഷം IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ മാനേജ്മെൻറ്റ് അറിയിച്ചത് വളരെ സിംപ്ലിഫൈ ആയിട്ടുള്ള ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചറിലേക്ക് നമ്മൾ വരുന്നു. ഇനി കുറച്ചുകൂടി ലിബറലായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ IDFC ഫസ്റ്റ് ബാങ്ക് ഒരു പ്രൊമോട്ടർ ഹോൾഡിംഗ് ഇല്ലാതെ നോൺ ഐഡൻറ്റിഫൈഡ് പ്രൊമോഷനായിട്ടായിരിക്കും, അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സ് ഇല്ലാത്ത ഒരു കമ്പനിയായിട്ടായിരിക്കും മുന്നോട്ട് പോവുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നം IDFC ഫസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ബാങ്ക് നമുക്ക് ഹോൾഡ് ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അതിന് നിക്ഷേപം നടത്താൻ സാധിക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അനാലിസിസ് എൻ്റെ ഭാഗത്തുനിന്ന് ഞാനും ഷെയർ ചെയ്യാം. അതിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ലൈക്കും ഷെയറും തീർച്ചയായിട്ടും നടത്തുക. ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. അപ്പോൾ ഞങ്ങളുടെ റിസർച്ച് ഗൈഡൻസിനും മറ്റുമായിട്ട് ഞങ്ങളുടെ അഡ്വൈസറി സർവീസസ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതിന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ വഴി ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. അപ്പോൾ IDFC ഫസ്റ്റ് ബാങ്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ബാങ്ക് ആദ്യമായിട്ട് എൻ്റെ റഡാറിലേക്ക് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ ബാങ്കുകളുടെ, അതായത് 2023-24 സാമ്പത്തിക വർഷത്തെ ബാങ്കുകളുടെ മൊത്തം റിസൾട്ട് അനലൈസ് ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ അതിനുശേഷം എൻ്റെ പേഴ്സണൽ ഗ്രൂപ്പായിട്ടുള്ള സ്വിംഗീസ് കിങ്ങിൽ ഞാനത് എൻ്റെ മെമ്പേഴ്സുമായിട്ട് പങ്കുവച്ചിരുന്നു. ഈ ഒരു അനാലിസിസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ അവരിലേക്ക് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളിതിൽ ഒരു ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് IDFC ഫസ്റ്റ് ബാങ്ക്. ഞങ്ങൾക്ക് ഹോൾഡിങ്സ് ഉള്ളതാണ്. അപ്പോൾ അതുകൂടി ഞാൻ ആദ്യമേ നിങ്ങളോട് മുന്നോട്ട് പറയട്ടെ. അപ്പോൾ ഇപ്പോൾ ഈ മെർജറിൻ്റെ പശ്ചാത്തലത്തിൽ ആ ഒരു റിസർച്ച് തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും അവതരിപ്പിക്കുന്നത്. അതായത് ഇന്ത്യൻ ബാങ്കിങ് ഇൻഡസ്ട്രി ഡെപ്പോസിറ്റ്സിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന സമയത്തായിരുന്നു. അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ FY24 ഡെപ്പോസിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് 13.5%. അതിനുശേഷം ഫിനാൻസ് മിനിസ്റ്ററൊക്കെ എടുത്ത് നടപടി തുടങ്ങിയിരുന്നു. കാരണം ലോൺ ഗ്രോത്ത് കൂടുന്നു, പക്ഷേ ഡെപ്പോസിറ്റ് ഗ്രോത്ത് കൂടുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ ഓൾറെഡി 13.5% ആയിരുന്നു ആവറേജ് ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ നടന്നത്. പക്ഷേ IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ഇൻഡസ്ട്രി ലീഡിങ് ഡെപ്പോസിറ്റ് ഗ്രോത്ത് ആയിരുന്നു. കാരണം അവർ 39% അധികമാണ് ഡെപ്പോസിറ്റ് ക്യാൻവാസ് ചെയ്തത്. ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് 13.5% ആയിരിക്കെ ഇവർ 13.5% ആയിരിക്കെ ഇവർ 39% ഡെപ്പോസിറ്റ് വർധനവുണ്ടാക്കി 2024 കമ്പയർ ചെയ്യുന്ന സമയത്ത്, തൊട്ട് വർഷത്തെ മുമ്പത്തെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. അതായത് 2.01 ലക്ഷം കോടി രൂപയാണ് ഇവർ ഡെപ്പോസിറ്റായിട്ട് ക്യാൻവാസ് ചെയ്തത്. അതിന് ഇവരുടെ കാസ റേഷ്യോ വാസ് ഹെൽത്തി എന്ന് പറയും. കാരണം 46.5% ആയിരുന്നു. അതിന് പുറമെ ഇത് മറ്റുള്ള പ്രൈവറ്റ് പ്ലേയേഴ്സിനെ അടക്കം കമ്പയർ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ് മനസ്സിലാവുന്നത്. HDFC ബാങ്കിൻ്റെത് 26% ഡെപ്പോസിറ്റ് ഗ്രോത്ത്, കൊഡാക് ബാങ്ക് 24%, ICICI 20%, ആക്സിസ് 13%, ഇൻഡസിൻഡ് ബാങ്ക് 14%. അതുപോലെ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് കമ്പനികളായിട്ടുള്ള ഫെഡറൽ ബാങ്ക് എടുത്താലും 18% ഗ്രോത്താണ് ഡെപ്പോസിറ്റ് കാണിച്ചത്. AU സ്മോൾ ഫിനാൻസ് ബാങ്ക് 26 കാണിച്ചു, യെസ് ബാങ്ക് 23% കാണിച്ചു, കാത്തലിക് സിറിയൻ ബാങ്ക് 21% കാണിച്ചു.
അപ്പോൾ ഒരു ഡെപ്പോസിറ്റ് ബേസ്, ലാർജ് ഡെപ്പോസിറ്റ് ബേസ് ഉണ്ടായിരുന്നു. 1.5 lakhs crore ഡെപ്പോസിറ്റ് ബേസ് ആയിരുന്നു എനിക്ക് മാർച്ച് 2023 ഉണ്ടായിരുന്നത്. അപ്പോൾ ലെൻഡിങ് സൈഡ് നോക്കിക്കഴിഞ്ഞാലും പിന്നെ ലോൺ സൈഡ് നോക്കിക്കഴിഞ്ഞാലും അഡ്വാൻസസിൽ, അതായത് ലോണുകളിൽ 27% വർധനമാണ് ഇയർ ഓൺ ഇയറിൽ കമ്പനി കാഴ്ചവെച്ചത്. അതായത് 1.98 lakhs crore അഡ്വാൻസസ് ആണ് കണ്ടത്. അസറ്റ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. 0.60% ആയിരുന്നു നെറ്റ് NPA വന്നത്. അതായത് 0.86 ആയിരുന്നു തൊട്ട് മുന്നത്തെ വർഷം, അത് 0.60 ആയി മാറി. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കിക്കഴിഞ്ഞാൽ 0.68 കുറഞ്ഞിട്ടുണ്ട്. റീറ്റെയിൽ NPA നോക്കിക്കഴിഞ്ഞാലും 0.44% ആയിരുന്നു. 0.5 ഉണ്ടായിരുന്നു, 0.44 ആയിട്ട് മാറി ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ. ക്രെഡിറ്റ് കോസ്റ്റ് 1.5% ആയിരുന്നു Q4, അത് 1.3% ആയിരുന്നു FY24 വന്നിരുന്നത്. ഇനി കോവിഡിൻ്റെ രണ്ടാം ഫേസ് നോക്കിക്കഴിഞ്ഞ സമയത്ത് IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കോസ്റ്റ് 2.5% ആയിരുന്നു. അത് സ്ട്രോങ് അണ്ടർ റൈറ്റിംഗ് സ്കില്ലും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ അവർ അതിനെ കുറച്ച് കൊണ്ടുവന്നു. അതായത് ഇയർ ഓൺ ഇയറിൽ നോക്കുകയാണെങ്കിൽ 27% വർധനമാണ് ലോൺ ഗ്രോത്ത് വന്നത്. 33% ഗ്രോത്താണ് കൺസ്യൂമർ ലോണിൻ്റെ ഇൻക്രീസിൽ വന്നത്. ഇതൊരു വലിയ അലാർമിംഗ് ആയിരുന്നു. കാരണം RBI പിന്നീട് കൺസ്യൂമർ ലോണുകൾക്കെതിരെ ഒരു റെഡ് ഫ്ലാഗ് ഒക്കെ വന്നു ഇൻഡസ്ട്രി ലെവലിൽ. പിന്നീട് അതിന് ബാങ്ക് തന്നെ നടപടിയെടുക്കുന്ന രീതിയിലൊക്കെ വന്നു. പക്ഷേ അതത്ര വലിയൊരു ഫ്ലെയറപ്പായി മാറിയില്ല എന്നുള്ളതാണ്. ഇനി 2025 എസ്റ്റിമേഷൻ നോക്കിക്കഴിഞ്ഞാലും IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ കേസ് 2024 നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 30% വർധനമാണ് ഇയർ ഓൺ ഇയറിൽ കാണിച്ചിരിക്കുന്നത്. അതായത് 16,454 കോടി രൂപയാണ് കമ്പനി മൊത്തമായിട്ടും ഇൻട്രസ്റ്റ് ഇൻകമായിട്ട് കളക്ട് ചെയ്തത്. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ 6.36% ആയിരുന്നു. അതായത് 6.05% ആയിരുന്നത് 6.36% ആയിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു. കോസ്റ്റ് ഓഫ് ഫണ്ടിങ്, കോസ്റ്റ് ഓഫ് ഡെപ്പോസിറ്റ് 6% ആണ്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 18% വർധനയോടുകൂടി 2,942 കോടി രൂപയാണ് കമ്പനി രേഖപ്പെടുത്തിയത്. അങ്ങനെ നോക്കുന്ന സമയത്ത് IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ഒരു ഷെയറിൻ്റെ മുകളിൽ EPS വന്നത് 4.23 ആയിരുന്നു. നെറ്റ്വർത്ത് നോക്കിക്കഴിഞ്ഞാലും 32,200 കോടി രൂപയുടെ നെറ്റ്വർത്ത് ഈ കമ്പനിക്ക്, ഈ ഒരു ഫസ്റ്റ് ബാങ്കിനുണ്ടായിരുന്നു. ഇത് 2024 മാർച്ച് 31 വരെയുള്ള കണക്കാണ്. ഇനി 2025 കമ്പനിയുടെ എസ്റ്റിമേഷൻ എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ ബാങ്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നത് മാർജിൻ അല്ലെങ്കിൽ ഗ്രോത്ത് ട്രജക്ടറി ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്നാണ്. അതായത് ഗൈഡൻസിൽ 22 മുതൽ 23% വരെ വർധനമാണ് ലോൺ ഗ്രോത്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 28 മുതൽ 30% വരെയാണ് ഡെപ്പോസിറ്റ് ഗ്രോത്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഒരു കറണ്ട് സൈസ് ഓഫ് ഡെപ്പോസിറ്റ് 2.2 lakh crore സംതിങ് ആണ്. അവിടുന്ന് പോലും ഇവരൊരു 28 to 30% ഡെപ്പോസിറ്റ് ഗ്രോത്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. 22 to 23% ലോൺ ഗ്രോത്തും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. 3,200 കോടി രൂപ അവർ ഈ അടുത്തായിട്ട് ഒരു പ്രിഫറൻഷ്യൽ അലോട്ട്മെൻറ്റ് വഴി ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുത്തുകൊണ്ട് അവർ റേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഷെയറിന് 80 രൂപ 63 പൈസ കൊടുത്തിട്ടാണ് ഇവർ ഇഷ്യൂ ചെയ്തത്. ഇപ്പോഴത്തെ ഷെയർ പ്രൈസ് 74-73 രൂപയാണ്. അപ്പോൾ അതിൽ നിന്നും ഡിസ്കൗണ്ടിലാണ്, നമുക്കിപ്പോൾ ഒരു 2% ഡിസ്കൗണ്ടാണെന്ന് പറയാം. അപ്പോൾ ഈ വന്നിരിക്കുന്ന അഡീഷണൽ ക്യാപിറ്റൽ കൂടി കമ്പനിയെ ഒന്നുകൂടി സ്ട്രെങ്തൻ ചെയ്യും. ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ 16.1% ആണ്. ഇത് മാർച്ച് 31 വരെയുള്ള കണക്കാണ്. ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന റിവേഴ്സ് മെർജർ പ്രോസസ്സ് വഴി കമ്പനിക്ക് ലാഭമാണ് ഉണ്ടാകാൻ പോകുന്നത്. കാരണം IDFC ലിമിറ്റഡ് IDFCയുടെ ഫിനാൻഷ്യൽ കൺട്രോളിംഗ് ഹോൾഡിംഗ് കമ്പനി വഴി 35.39% ഹോൾഡിങ്സ് ഫിനാൻസ് കമ്പനി വഴി IDFC ഫസ്റ്റ് ബാങ്കിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മർജറോട് കൂടി ആ ഒരു ഹോൾഡിങ്സ് IDFC ലിമിറ്റഡായി IDFC ഫസ്റ്റ് ബാങ്കിന് തന്നെയായി മാറുകയാണ്. അപ്പോൾ നമ്പർ ഓഫ് ഷെയർസ് കുറയാനുള്ള സാധ്യതയാണ്. അതായത് ഇപ്പോൾ 748 കോടി ഷെയറുകളുള്ളത് 731 കോടി ഷെയറുകളായിട്ട് മാറും എന്നുള്ളതാണ്. അത് നമ്പർ ഓഫ് ഷെയർ കുറയുന്ന സമയത്ത് ബാക്കിയുള്ള ഷെയർ ഹോൾഡേഴ്സിന് അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടും എന്നുള്ളതാണ്. ഇനി ഈ മർജർ കഴിഞ്ഞതിന് ശേഷം ഈ ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇല്ലാതെ IDFC ഫസ്റ്റ് ബാങ്ക് ബിക്കം എ പ്രൊഫഷണലി മാനേജ്ഡ് കമ്പനിയായി മാറും വിത്ത് 0 പ്രൊമോട്ടർഷിപ്പ്. അത് കമ്പനിയെ സംബന്ധിച്ചിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ് തന്നെയാണ്. ഇനി ഈ കമ്പനി ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് മറ്റൊരു കാരണം 2025 അല്ലെങ്കിൽ അടുത്ത ഒരു 5 വർഷത്തേക്ക് കമ്പനി നടത്തിയിരിക്കുന്ന പ്രൊജക്ഷനാണ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്.
അതായത് അടുത്ത 5 വർഷത്തെ പ്രോജക്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഇന്ത്യയിലെ ഒരു ലീഡിംഗ് പ്രൈവറ്റ് സെക്ടർ ബാങ്കാക്കി IDFC ഫസ്റ്റ് ബാങ്കിനെ മാറ്റുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് ശക്തമായിട്ടുള്ളത്. 2029 സാമ്പത്തിക വർഷത്തോടു കൂടി ഇന്ത്യയിലെ ലീഡിംഗ് പ്രൈവറ്റ് സെക്ടറായിട്ട് വൺ ഓഫ് ദ ലീഡിംഗ് പ്രൈവറ്റ് സെക്ടറായിട്ട് മാറുക എന്നുള്ളതാണ്. വൈദ്യനാഥനാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് സ്കില്ല് നമുക്കറിയുന്നതാണ്. അടുത്ത 5 വർഷത്തേക്ക് ബാങ്കിൻ്റെ ലോൺ ഗ്രോത്ത് 21% CAGR വളർത്തുമെന്നാണ് പറയുന്നത്. ഡെപ്പോസിറ്റ്സിൻ്റെ ഗ്രോത്ത് 27% വർധനവുണ്ടാവും CAGR. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ഏകദേശം 5% മുകളിലായിരിക്കും. 1.9 to 2% റിട്ടേൺ ഓൺ ആസെറ്റ് 2029 17 മുതൽ 18% റിട്ടേൺ ഓൺ ഇക്വിറ്റി. അതുപോലെ തന്നെ നെറ്റ് NPA 0.4 കൊണ്ടുവരാനാണ് പറയുന്നത് 2029 ഇത് ബാങ്കിൻ്റെ ബ്രാഞ്ചസിൻ്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. 2018 വരെ ക്യാപിറ്റൽ ഫസ്റ്റുമായിട്ട് മെർജ് ചെയ്യുന്ന സമയത്ത് 206 ബ്രാഞ്ചുകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ 5 വർഷം കൊണ്ട് കമ്പനിക്ക് ഇപ്പോൾ പ്രസൻറ്റ് 897 ബ്രാഞ്ചുകളാണുള്ളത്. അതുപോലെ തന്നെ അത് 2029 മാർച്ചോടുകൂടി 1800 ബ്രാഞ്ചുകൾ എന്ന് പറയുന്ന ഒരു ടാർഗറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത വർഷങ്ങളിലേക്ക് 5.8 ലക്ഷം കോടി രൂപയുടെ ഡെപ്പോസിറ്റ്സാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതിന് 5 ലക്ഷം കോടി രൂപയുടെ ലോൺ ബുക്കും കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നു. നെറ്റ് പ്രോഫിറ്റായിട്ട് കമ്പനി 13,000 കോടി രൂപയുടെ പ്രൊജക്ഷനാണ് നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ടാർഗറ്റ് വളരെ അച്ചീവബിളായിട്ടാണ് കമ്പനിക്ക് തോന്നുന്നത്. കാരണം ഇവരുടെ ട്രാക്ക് റെക്കോർഡ് നോക്കുന്ന സമയത്ത് ആസ് എൻ NBFC ക്യാപിറ്റൽ ഫസ്റ്റായിട്ട് നിൽക്കുന്ന സമയത്ത് 2018 കഴിഞ്ഞ 5 വർഷത്തെ കമ്പനി എന്തൊക്കെയാണോ ഗൈഡൻസ് കൊടുത്തിരിക്കുന്നത് അതൊക്കെ തന്നെ 2023 ഡിസംബറോടുകൂടി അച്ചീവ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അതായത് 5 വർഷം കൊണ്ട് 5 വർഷത്തെ ടാർഗറ്റ് 2018 എന്താണോ അവർ കൊടുത്തത് അത് അച്ചീവ് ചെയ്തതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ 2024 അടുത്ത 5 വർഷത്തേക്കുള്ള ഒരു ടാർഗറ്റാണ് 29 വരെയുള്ള ടാർഗറ്റാണ് കൊടുത്തിരിക്കുന്നത്. സോ ആ ഒരു പഴയ ട്രാക്ക് റെക്കോർഡിൻ്റെ പ്രകാരം അത് അച്ചീവ് ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ വാല്യൂഷൻ നമുക്ക് നോക്കാം. ഇപ്പോഴത്തെ വാല്യൂഷൻ പ്രകാരം കറണ്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വരുന്നത് 55,500 കോടി രൂപയാണ്. ഇത് നോക്കുന്ന സമയം പ്രൈസ് ടു ബുക്ക് വാല്യൂ ഏകദേശം 1.5x താഴെയാണ് വരുന്നത് കറണ്ട് ഇയർ ബേസിൽ. 2025 ഏർണിംഗ് എസ്റ്റിമേഷൻ ബുക്ക് വാല്യൂ പെർ ഷെയർ നോക്കിക്കഴിഞ്ഞാൽ എസ്റ്റിമേറ്റഡ് ഒരു 52 രൂപ 60 പൈസയായിരിക്കും ബുക്ക് വാല്യൂ പെർ ഷെയർ വരുന്നത്. 2026 ഏർണിംഗ് ബേസിൽ നോക്കുന്ന സമയത്ത് പ്രൈസ് ടു ബുക്ക് വാല്യൂ ഏകദേശം 1.4 താഴെയാണ് വരുന്നത്. കാരണം ഇത് അട്രാക്റ്റീവായിട്ട് പറയാൻ കാരണം ബാലൻസ് ഷീറ്റ് ഗ്രോത്ത് നോക്കുന്ന സമയത്തും അസറ്റ് ക്വാളിറ്റി നോക്കുന്ന സമയത്തും നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ നോക്കുന്ന സമയത്ത് 1.4 ലെസ് ദാൻ 1.4 ഈസ് അട്രാക്റ്റീവ്. ഇനി ഇതേ സെഗ്മെൻറ്റിലുള്ള മറ്റ് പഴയ മിഡ് സൈസ്ഡ് ബാങ്കുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ ഇതിൽ കൂടുതലാണ് ട്രേഡ് ചെയ്യുന്നത്. പ്രൈസ് ടു ബുക്ക് വാല്യൂ AU ബാങ്കിൻ്റെ ഏകദേശം 2.1 ആണ്, യെസ് ബാങ്കിൻ്റെത് 1.7 ആണ്, ഫെഡറൽ ബാങ്കിൻ്റെ 1.6 ആണ്. 20% ലോൺ ഗ്രോത്ത് ആണുള്ളത് FY24. അപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സെപ്റ്റംബർ 2023 സംതിങ് ആണ് അവർ 100 രൂപ എന്ന് പറയുന്ന IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ഓഹരി കടന്നത്. അതിനുശേഷം ഇങ്ങോട്ട് കറക്ഷൻ വന്നിരുന്നു. സോ ഇപ്പോഴും 75 രൂപ നിലവാരത്തിലാണുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ടാർഗറ്റ് പെട്ടെന്ന് വരാൻ പോകുന്നിട്ട് ആ ടാർഗറ്റ് 95-100 രൂപയും, അല്ലെങ്കിൽ ഒരു 5 വർഷത്തേക്കൊക്കെ നിങ്ങൾക്കൊരു ബാങ്കിങ് ഓഹരി ഹോൾഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, കഴിഞ്ഞ ആഴ്ചയും ഞാനൊരു ബാങ്കിങ് ഓഹരിയാണ് സജസ്റ്റ് ചെയ്തത് SBI എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഈ ഒരു IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ മെർജർ ലൈം ലൈറ്റിലുള്ളത് കൊണ്ട് തന്നെ എൻ്റെ ഒരു ടാർഗറ്റ് ഒരു 5 വർഷത്തേക്കൊക്കെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു 10,000 രൂപ, ഒരു 5,000-10,000 രൂപ എടുത്തിട്ട് IDFC ഫസ്റ്റ് ബാങ്ക് ഈ ഒരു നിലവാരത്തിൽ വാങ്ങിയിട്ട് അടുത്ത 5 വർഷത്തേക്ക് ഒരു ബാങ്കിൽ FD ഇടുന്ന പോലെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവരുടെ മാനേജ്മെൻറ്റിൻ്റെ കമ്മിറ്റ്മെൻറ്റും ഇവരുടെ കോൾ അറ്റൻഡ് ചെയ്തപ്പോഴൊക്കെ മനസ്സിലായത് വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു പ്രൊഫഷണൽ ഗ്രൂപ്പ് മാനേജേഴ്സാണ്. സോ ഐ തിങ്ക് യു ക്യാൻ ജനറേറ്റ് എ ഗുഡ് റിട്ടേൺ ഔട്ട് ഓഫ് ദിസ്. ഇതൊരു അനാലിസിസ് ആയിട്ട് കാണണ്ട, നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് കൂടി നടത്തുക. അതിനുശേഷം കമ്മിറ്റഡ് ആണെങ്കിൽ ഒരു 75 റുപ്പീസ് അല്ലേ ഒരു ഷെയറിന് വരുന്നുള്ളൂ. ഒരു 100 ഷെയർ മേടിച്ച് ഇട്ടാൽ പോലും 7,500 രൂപ നിലവാരത്തിലേ വരുന്നുള്ളൂ. ഒരു 5 വർഷത്തേക്ക് നിങ്ങൾ ആ പൈസ FD ഇടുന്നത് പോലെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഗുഡ് ബെറ്റ്. ഒന്നാലും ബാങ്കല്ലേ, ഒരു 1,500ഓളം ബ്രാഞ്ചുകളുള്ളൊരു ബ്രാഞ്ച്, 825ഓളം ബ്രാഞ്ചുകളുള്ളൊരു ബ്രാഞ്ചാണ് ബാങ്കല്ലേ. അപ്പോൾ മോശം വരില്ല എന്ന് തന്നെയാണ്. നിങ്ങളുടെയൊക്കെ സിറ്റികളിൽ ഇതുണ്ടാവും, കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ചിലപ്പോൾ. നല്ല രീതിയിലുള്ള ലോൺ ഗ്രോത്തും കാര്യങ്ങളൊക്കെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സമയത്ത് എൻ്റെ ഒരു അഭിപ്രായം നമുക്കൊരു ഇനീഷ്യേറ്റ് ചെയ്തെടുത്ത് നോക്കി നിൽക്കാൻ പറ്റുന്നൊരു ബാങ്ക് ആയിരിക്കും എന്നുള്ളത് തന്നെയാണ്. സോ സ്മോൾ ഫിനാൻസ് രംഗത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ IDFC ഫസ്റ്റ് ബാങ്ക് ഈസ് ഗോയിങ് ടു ബി എ ഗുഡ് ചോയ്സ്. സോ താങ്ക് യു ഫോർ ലിസണിങ് മീ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ
ലൈക്ക് ചെയ്യാൻ പോകരുത്. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും മറക്കരുത്. എന്നാൽ മാത്രമാണ് ഇതുപോലുള്ള വീഡിയോകളും അനാലിസിസുകളൊക്കെ നിങ്ങളുമായിട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ നൈസ് വീക്കെൻഡ്. എൻജോയ് യുവർ സെൽഫ്. താങ്ക് യു.